വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും ആക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള അരി കഴുകി വെക്കണം. ബിരിയാണി അരി നെയ്ച്ചോറിൻ്റെ അരി കഴുകി വെക്കണം. അതിന് ശേഷം ഒരു പാത്രം, ഒരു കലം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഗ്രാമ്പൂ, കറുവപ്പട്ട, തക്കോലം, ഏലക്കായ് എന്ന് പറയുന്ന ബിരിയാണി മസാലകളെല്ലാം ഐറ്റംസെല്ലാം അതിലേക്ക് ഇടുക. ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 4 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു 1.5 ഗ്ലാസ് അധികം വെള്ളം ഒഴിക്കണം. അപ്പോൾ 4 ഗ്ലാസ് അരിക്ക് ഞാനൊരു 5.5 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് തിളച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് നമ്മൾ ഈ അരിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തിളക്കാനാവുമ്പോൾ നമ്മൾ നാരങ്ങ നീര് കുറച്ച് അതിൻ്റെ മുകളിലായിട്ട് പിഴിഞ്ഞു കൊടുക്കണം. അതെന്തിനാണെന്ന് പറഞ്ഞാൽ ചോറ് വിട്ട് നിൽക്കും, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ചോറിന്. അതിന് ശേഷം ഇത് നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ ഇത് റൈസ് കുക്കറിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇതിനിടയിൽ തന്നെ നമുക്കൊരു ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കാം. അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനിടയിൽ ചിക്കൻ കഴുകി വെച്ചതിന് ശേഷം ചിക്കനിലേക്ക് നല്ലോണം മസാല ഒക്കെ പുരട്ടി വെക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെക്കുക. അതിന് ശേഷം ഒരു പാൻ എടുക്കുക. പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവയിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. ഇതൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് കുക്കാവണമെങ്കിൽ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ നന്നായിട്ട് വഴറ്റാൻ പറ്റും നമുക്ക്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴഞ്ഞ് ഒരു ബ്രൗൺ കളറാവുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നു എന്നാണ് ആ ബ്രൗൺ കളറായാൽ മനസ്സിലാക്കേണ്ടത്. അതിലേക്ക് നമ്മൾ ആ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് നല്ലോണം തക്കാളിയും കൂടെ നന്നായിട്ട് കുക്കായതിന് ശേഷം നേരത്തെ മസാല ഒക്കെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, വിട്ടുപോയി. ഈ മിക്സാക്കി വെച്ച ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കുക. അതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചിക്കൻ മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിം ഇട്ടിട്ട് നമുക്കത് കുറച്ച് സമയം വേവിക്കാൻ വെക്കുക. അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അടുപ്പ് തുറന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിം ഇട്ട് വേവിക്കുക. ഒരു 30-35 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയമാകുമ്പോഴേക്കും ചിക്കൻ വെന്ത് പാകത്തിനായിട്ടുണ്ടാവും. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച നെയ്ച്ചോറും ചിക്കൻ കറിയും കൂട്ടി നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. സ്വാദിഷ്ടമായ ഒരു ചിക്കൻ കറിയും ഒരു നെയ്ച്ചോറാണ് ഇന്ന് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. എല്ലാവരും പരമാവധി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ചാനൽ വിജയിപ്പിക്കുക. നെയ്ച്ചോറും ചിക്കൻ കറിയും റെഡി.